കുറഞ്ഞ സിനിമകളിലൂടെ മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് ശാന്തി മായാദേവി. ഈയിടെ ഇറങ്ങി തിയേറ്ററുകളിൽ വലിയ വിജയമായി മാറിയ മോഹൻലാൽ ജിത്തു ജോസഫ് ചിത്രം നേരിൻ്റെ തിരക്കഥ ഒരുക്കിയതും ശാന്തിയായിരുന്നു. ഗാനഗന്ധർവൻ, ദൃശ്യം 2, ലിയോ, നേരെ തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ച ശാന്തി മമ്മൂട്ടിയെ ആദ്യമായി കണ്ട അനുഭവം പങ്കുവയ്ക്കുകയാണ്. രമേഷ് പിഷാരടി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഗാനഗന്ധർവൻ. ചിത്രത്തിന്റെ പൂജയ്ക്ക് താൻ എത്താൻ വൈകിയെന്നും എങ്ങനെയാണ് മമ്മൂട്ടിയോട് അനുഗ്രഹം വാങ്ങുകയെന്ന് തനിക്ക് ടെൻഷൻ ആയിരുന്നുവെന്നും ശാന്തി പറയുന്നു. ഒടുവിൽ താൻ മമ്മൂട്ടിയോട് സംസാരിച്ചെന്നും അഭിമുഖത്തിൽ താരം പറയുന്നു. ഗാനഗന്ധർവന്റെ പൂജയ്ക്ക് എത്താൻ ഞാൻ ലേറ്റായി, എനിക്കറിയില്ലായിരുന്നു. പിഷാരടി പറഞ്ഞു, മമ്മൂട്ടിയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിക്കണമെന്ന്. എങ്ങനെയാണ് അനുഗ്രഹം വാങ്ങിക്കുക എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് ടെൻഷനായി. മമ്മൂക്കയ്ക്ക് കൈ കൊടുക്കണോ അതോ അദ്ദേഹത്തിന്റെ കാൽ വീഴണോ എന്നൊക്കെ ആലോചിച്ചു. പിന്നെ കരുതി ഞാനായിട്ട് തന്നെ നിന്നാൽ മതിയെന്ന്. കാരണം സാധാരണ ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യാറില്ല. മനഃപൂർവ്വമല്ലല്ലോ ഞാൻ വൈകിയത്. മമ്മൂക്കയ്ക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ എന്നൊക്കെ പ്ലാൻ ചെയ്തു. അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് മമ്മൂക്ക അങ്ങോട്ട് കയറി വന്നു. മഞ്ജു ചേച്ചി സിനിമയിൽ പ്രസിഡന്റിനെ കണ്ട് ബോധം കെട്ട അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. മമ്മൂക്ക വന്ന് അവിടെ ഇരിക്കുന്നുണ്ട്. എന്നെ മൈൻഡൊന്നും ചെയ്യുന്നില്ലായിരുന്നു. ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ട്, പക്ഷേ മമ്മൂക്ക നോക്കുന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ അടുത്തു ചെന്ന് മമ്മൂക്ക എന്ന് വിളിച്ചു. ഉടനെ അദ്ദേഹം ഓ എന്ന് വിളി കേട്ടു. ഞാൻ അഭിനയിക്കാൻ വേണ്ടി വന്നതാണ്, പേര് ശാന്തി എന്നവൻ പറഞ്ഞു. അപ്പോൾ മമ്മൂക്ക ഓ ആയിക്കോട്ടെ, ഞാൻ ഓടണോ എന്ന് ചോദിച്ചു. ഞാൻ വേണ്ട എന്ന് പറഞ്ഞു. മമ്മൂക്കയുടെ വിഷസ് വേണമെന്ന് പറഞ്ഞു. എല്ലാ വിഷസും ഉണ്ടാവുമെന്ന് അദ്ദേഹം പറഞ്ഞു. ശാന്തി മായാദേവി പറയുന്നു.